and welcome back to Sala Learning. It's me Akhila. So the chemistry നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ചാപ്റ്റർ 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കമ്പഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ്. അതായത് നമ്മുടെ ഫ്യൂവൽ എന്ത് ചെയ്യാണ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഫ്യൂവൽ എന്ന് പറയുന്ന സമയത്ത് അത് സോളിഡ് ഫ്യൂവൽ ആവാം, ലിക്വിഡ് ആവാം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളാവാം, വാട്ടർ ഇറ്റ് ഈസ്. അത് എന്ത് ചെയ്യണം, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണം. ആ സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റിന്റെ കൂടെ തന്നെ ചില സമയങ്ങളിലൊക്കെ എന്താണ്, ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പഷന്റെ ടൈപ്സ് ആണ്. അതായത് ടൈപ്സ് ഓഫ് കമ്പഷൻ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. കമ്പഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ 3 ടൈപ്പ് കമ്പഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ റാപ്പിഡ് കമ്പഷൻ ആണ്, മറ്റൊന്ന് സ്പോണ്ടേനിയസ് കമ്പഷൻ ആണ്, അടുത്തത് എക്സ്പ്ലോഷൻ ആണ്. അപ്പോൾ എന്താണ് റാപ്പിഡ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ എന്താണ്, ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് വെച്ച് സ്റ്റൗവിൻ്റെ ആ നോബൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു മാച്ച് സ്റ്റിക്കോ അതല്ലെങ്കിൽ ഒരു ലൈറ്ററോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, ഗ്യാസ് നമുക്ക് കത്തിക്കാൻ പറ്റും അല്ലേ. അതായത് അവിടെ എന്താണ്, ആ ഗ്യാസ് ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ലെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്പാർക്ക് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഗ്യാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് കമ്പഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ റാപ്പിഡ് കമ്പഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ ഏജന്റ് അല്ലേ, ചെറിയൊരു ആ സ്പാർക്ക് കിട്ടിയാൽ മാത്രം മതി അത് എന്ത് ചെയ്യാണ്, ഈസി ആയിട്ട് ബേൺ ചെയ്യാണ്. സോ ആ ടൈപ്പ് റാപ്പിഡ് കമ്പഷൻ അല്ലേ. നമ്മുടെ ഗ്യാസ് കത്തുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അത് എന്താണ്, റാപ്പിഡ് കമ്പഷൻ ആണ്. ഇനി ഇതാ അടുത്തൊരു എക്സാമ്പിൾ എന്താണ്, അടുത്തൊരു കാറ്റഗറി എന്താണ്, നമ്മുടെ സ്പോണ്ടേനിയസ് കമ്പഷൻ അല്ലേ. എന്താണ് സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോറസ്റ്റ് ഫയർ ഓർത്താൽ മതി. നമ്മൾ എന്താണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്പാർക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതാ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അങ്ങനെ തന്നെ എന്ത് ചെയ്യാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യാണ്, എയറിൽ ബേൺ ചെയ്യാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ, ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെറുതെ വെച്ചിരുന്നാൽ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറും ഇല്ലെങ്കിൽ പോലും അത് എന്ത് ചെയ്യും, ബേൺ ചെയ്യും. അതായത് അവിടെയും എന്താ നടക്കുന്നത്, നമ്മുടെ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ത് ചെയ്യാണ്, അവിടെ നടക്കുകയാണ്. അവിടെ എന്തിന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു കോസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവില്ല, പറയാനുണ്ടാവില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ ഈ ടൈപ്പ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഫയർ പറയുന്ന സമയത്ത് നമ്മുടെ മനുഷ്യന്മാരല്ലേ കെയർലെസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബിഹേവ് ചെയ്യാണ്. നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ വെച്ചിട്ട് വേണ്ട രീതിയിലൊന്നും അത് എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എങ്കിലൊക്കെ എന്തിനുള്ള കാരണമാണ്, ഫോറസ്റ്റ് ഫയറിനുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത് എന്താണ്, പലതരത്തിലുള്ള ഒരു ഡിസാസ്റ്ററിനൊക്കെ കാരണമായേക്കാവുന്ന നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എനർജി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ കൊള്ളുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഫയർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, സ്പോണ്ടേനിയസ് ആണെന്ന്. സോ സ്പോണ്ടേനിയസ് കമ്പഷൻ ഉണ്ട് നമുക്ക് അല്ലേ, റാപ്പിഡ് കമ്പഷൻ ഉണ്ട് നമുക്ക് എന്തുകൊണ്ട്, സ്പോണ്ടേനിയസ് കമ്പഷനും ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഫയറിന്റെ കൂടെ തന്നെ എന്തും ഓർത്ത് വയ്ക്കുക, ഫോസ്ഫറസ് ഒരു എക്സാമ്പിൾ ആയിട്ട് മക്കള് ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് വൺ എന്താണ്, എക്സ്പ്ലോഷൻ ആണ് അല്ലേ. ആ പേരിൽ തന്നെ ഉണ്ട് സംഭവങ്ങളൊക്കെ. നമുക്കറിയാം നമ്മുടെ ഫെസ്റ്റിവൽ വിഷു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഫയർ ക്രാക്കേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ കാണുന്നത്, അതൊക്കെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് ആയിട്ട് ഹീറ്റും കൂട്ടത്തിൽ എന്തും ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ലൈറ്റും സൗണ്ടും ഒക്കെ എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ടൈപ്പ് കമ്പഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പ്ലോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. എക്സ്പ്ലോഷന്റെ സമയത്ത് ശരിക്കും എന്താണ്, ഒരുപാട് വലിയൊരു എമൗണ്ട് ഗ്യാസ് തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ ഫയർ ക്രാക്കേഴ്സ് യൂസ് ചെയ്യുന്നത് മാത്രം എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലോഷന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്താൽ മതി. ഇല്ലെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ, ബോംബിന്റെ എക്സ്പ്ലോഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, കേട്ടതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, അതിന്റെ ഉള്ളിലുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ആ ഒരു റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും എമൗണ്ട് ഓഫ് എനർജി അല്ലെ, ഇത്രയും എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ത് ചെയ്യുന്നത്, പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് മാത്രമല്ല, അവിടെ ലൈറ്റും അത്രയും വലിയ സൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും. സോ ആ ടൈപ്പ് കമ്പഷൻ ആണ് എന്ത്, നമ്മുടെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലോഷൻ നടക്കാൻ മറ്റൊരു കാരണമാണ് എന്ത്, നമ്മുടെ ക്രാക്കേഴ്സിന്റെ ഒക്കെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള മറ്റൊരു കോസ് ആണ് എന്ത്, നമ്മുടെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് എന്ത് ചെയ്യാം, ബേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് എക്സ്പ്ലോഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. കമ്പഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്,
അതൊരു കെമിക്കൽ പ്രോസസ്സാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഫ്യൂവൽ എന്ത് ചെയ്യാണ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അതാണ് കമ്പഷൻ. സിംപ്ലി അതാണ് എന്ത് കമ്പഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, 3 ടൈപ്പായിട്ട് പറയാം. റാപ്പിഡ് കമ്പഷൻ ഉണ്ട്, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗ്യാസ് ഒക്കെ നമ്മൾ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രം ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, സ്പോണ്ടേനിയസ് കമ്പഷൻ ഉണ്ട്. ആൻഡ് അഗെയിൻ നമുക്ക് എന്തുണ്ട്, എക്സ്പ്ലോഷൻ ഉണ്ട്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമ്പിളും കൂടെ ഓർത്ത് വയ്ക്കുക. സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്ന സമയത്ത് ഫോറസ്റ്റ് ഫയറും നമ്മുടെ ഫോസ്ഫറസിന്റെ കാര്യമൊക്കെ ഓർത്ത് വയ്ക്കുക. എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫയർ ക്രാക്കേഴ്സിന്റെ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ ബൈ.